ഗൈസ് ചിറാപുഞ്ചിയാണ് ഗൈസ്. ചെറിയമായ കണ്ടു നോക്കണേ. ചിറാപുഞ്ചി മഴയത്ത് അവിടെ ഞങ്ങളിവിടെ ഷീറ്റിൻ്റെ ചുവട്ടിൽ. നമ്മൾ ചെറിമാൻ പനിച്ച് പറച്ച് കിടക്കും ഗൈസ്. ഇന്നലെ കയറിയപ്പോൾ ഭയങ്കര കിടപ്പിയാണ് മൂപ്പർക്ക്. എന്തെങ്കിലും നമുക്ക് വിളിച്ച് നോക്കാം എന്താണ് പാട്. എന്താ ചെറിമാനെ നീച്ചില്ല ജി? അത് ശരി. അപ്പം ഇന്ന് പോയില്ല, കടയിൽ പോയില്ല? ചാർജോ? അത് പിന്നെ നോക്കാം നമുക്ക്. ചാർജ് എന്തായാലും പിന്നെ നോക്കാം നമുക്കെന്ന് പറഞ്ഞ് വളരെ നന്നായി ഗൈസ്. കാരണം അത് പോകുന്ന തിരിച്ചെത്തിയപ്പോഴേക്കിന് എൻ്റെ ഫോണൊക്കെ ചത്തിട്ടുണ്ട്. ഈ ട്രിപ്പ് ചെറിമാൻ്റെ ഒറ്റ മൈൻഡിൽ തോന്നിയ ട്രിപ്പാണ് ഗൈസ്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ചെറിമാൻ ഒറ്റയടിക്ക് പറഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിക്ക് പറഞ്ഞു, 3 മണിക്ക് പോലും കഴിഞ്ഞു. സെറ്റാക്കും ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ചിറാപ്പുഞ്ചി ചിറാപ്പുഞ്ചി എന്ന് പറഞ്ഞ് പറഞ്ഞില്ല. ചെറിമാനും ചിറാപ്പുഞ്ചി പാട്ടില്ലേ, ആ പാട്ടിൽ സ്റ്റാറ്റസുമാണ്. അപ്പോൾ മൂപ്പർക്ക് ഒരു വീഡിയോ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അത് ഞാൻ എന്തായാലും നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന അതും കൂടി പോയി കാണട്ടോ. നമ്മളെ ചെറിമാൻ എന്തായാലും ഈ ട്രിപ്പ് മറക്കില്ല. നീ ചെറിമാൻ മറന്നാലും ഞാൻ മറക്കില്ല. ചെറിമാൻ മറക്കില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ചെറിമാന് ഞാൻ കൊടുത്ത, അതായത് ചെറുമാനിക്ക് തന്ന സർപ്രൈസിന് ചെറിമാൻ ഞാനൊരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മളെ ഇൻസ്റ്റാ അക്കൗണ്ടിലുണ്ട്, എല്ലാവരും പോയി കാണാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ പോയി കക്കാടംപൊയിൽ അങ്ങാടി എത്തിയപ്പം നമ്മളെ സ്വന്തം ആനവണ്ടി അവിടെ നിൽക്കുന്നു. അപ്പോൾ ഒരു 5-2 മിനിറ്റ് അവിടെ ബ്ലോക്കായി നിന്ന്. അങ്ങനെ ബ്ലോക്കായി നിന്നപ്പോഴാണ് വെള്ളക്കുപ്പി വാങ്ങാനല്ലോ ചെറിമാൻ പറഞ്ഞ ഓർമ്മ. അപ്പം പിന്നെ ചെറിമാൻ വെള്ളക്കുപ്പി വാങ്ങാൻ പോയി. അപ്പോൾ ആ സമയത്ത് ഞാൻ പകർത്തിയ ചിത്രീകരണങ്ങളാണ് ഇതൊക്കെ. കോടമഞ്ഞുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, ശരിക്കും നോക്കുന്നുണ്ടോ? പോണ കോടമഞ്ഞാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങാടിയിൽ നിന്ന് ഇറങ്ങി വണ്ടി ഒരു സ്ഥലത്ത് സൈഡാക്കി. അപ്പോൾ സൈഡാക്കി നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ട്. ഇതാണ് കാഴ്ച ഗൈസ്, നോക്കൂ. അവിടെ ഒരു വീട് കണ്ടോ? വീടാണ് റിസോർട്ടാണോ എന്താ അറിയില്ല, സംഭവം അടിപൊളിയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇട്ട് മുകളിൽ കാർ പാർക്കിങ്ങും അടിയിൽ വേറെ സ്ഥലവും. വൗ, അടിപൊളി, നല്ല വീട്. അങ്ങനെ ഞങ്ങൾ കാഴ്ചയൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ടീം വന്ന് വഴി ചോദിച്ചു. ഫോഗി മൗണ്ടെയിൻ അവിടെ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സംഭവം. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ചെറിമാൻ ആ സ്ഥാനം കണ്ടുകൊണ്ട് ഇതാണ് കേട്ടോ എന്ന് അവരോട് പറഞ്ഞു. അതേപോലെ അവിടെ കയറി. ഒരു പാർക്കാണത്. ഫോഗി മാൻ ഓടിപ്പോണേ ഗൈസ്. ചെറിമാൻ ഇതെങ്ങനെ ഓടിപ്പോയാൽ? ഓടിപ്പോകാറിന് പോയതാ. ഓട്ടമില്ല, ചാട്ടമില്ല, ഒരു ഒന്നുമില്ല. കിട്ടിയോ? ഇല്ല, ചോദിച്ച് മേടിച്ചാറില്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് പോയി കുറച്ച് കഴിഞ്ഞപ്പം ഭയങ്കര ബ്ലോക്ക്. അപ്പോൾ നോക്കിയപ്പം മുമ്പിലൊരു കാറ് ഷിഫ്റ്റ് അടി തട്ടിയതാണ്. റോഡ് മോശമായിട്ട് റോഡിൽ കുടുങ്ങി. പിന്നെ 2 റൈഡർമാരൊക്കെ ഉണ്ട്. ഒരു BMW ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ എക്സ്പൾസും. എൻ്റെ വണ്ടി പിന്നെ സർവീസിനായതുകൊണ്ട് ഞാൻ കൊണ്ടുപോയില്ല. അതുകൊണ്ട് ചെറിമാൻ്റെ ചിലവിൽ ചെറിമാൻ്റെ വണ്ടിക്ക് ചെറിമാൻ്റെ എണ്ണയ്ക്കാണ് ഞങ്ങൾ ട്രിപ്പ് പോയത് ഗൈസ്. ഇവിടുന്ന് പിന്നെ ഞാൻ ചെറിമാൻ്റെ അടുത്ത് പായാണ് ഗൈസ്. കാരണം ചെറിമാൻ്റെ വണ്ടിക്ക് ചെറിയൊരു വലിയ കുറവുണ്ട്. അതുകൊണ്ട് ഞാനവിടെ താഴത്തിറങ്ങിയിട്ട് ഇങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞു. റോഡ് മോശമാണ്. ഓടെ കിട്ടണമെങ്കിൽ എൻ്റെ ഷൂട്ട് ചെയ്യണം. എൻ്റെ ഫോൺ എടുത്ത് ഷൂട്ട് ചെയ്യണ്ടേ, ക്ലിയർ ഉണ്ടാവില്ല. ഷെയ്ക്ക് ചെയ്യണോ? ഇളകി അടിപൊളിയാണ്. പോയി വീട്ടിലെത്തിയല്ലേ. ഫോക്കസ് ഇട്ടില്ലടാ, ഫോക്കസ് കിടക്കുന്നില്ല.
നമ്മൾ താഴേന്ന് കണ്ട റൈഡേഴ്സ് ഇവിടെ എത്തി ഗൈസ്. അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലെത്തി. അപ്പോൾ പാർക്കിംഗ് ഏരിയയിലെത്തി ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് റോഡ് മോശമാണ് എന്ന്. അപ്പോൾ ചെറുമാൻ പറയുന്ന വണ്ടി ഇവിടെ വയ്ക്കുക. ഞങ്ങൾ വണ്ടികൾക്ക് അവിടെ വെച്ച് ഗൈസ്. ചിറാപ്പുഞ്ചിയാണ് ഗൈസ്. ചെറിയമായി ഉണ്ടോ നോക്കണേ. ചിറാപ്പുഞ്ചി മലയത്ത് അവിടെ ഞങ്ങളിവിടെ ഷീറ്റിൻ്റെ ചോടിൽ. ഹെൽമെറ്റ് സംഭവം കൈ പിടിക്കാൻ കാരണം എന്താ വെച്ചാൽ ഗൈസ്, ഹെൽമെറ്റ് വണ്ടിയും വെച്ച് കഴിഞ്ഞാൽ സംഭവം ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലല്ല, ശരിക്കുള്ള പാർക്കിംഗ് ഏരിയയിലല്ല, പെയ്ഡ് പാർക്കിംഗ് ഏരിയയിലല്ല വണ്ടി വെച്ച്. അപ്പോൾ അവിടെ വെച്ചാൽ തിരിച്ചു വരുമ്പോൾ ഹെൽമെറ്റ് ഉണ്ടാവില്ല എന്ന് ഉറപ്പായതുകൊണ്ട് ഹെൽമെറ്റ് എടുത്ത് തലയിലിട്ട് നല്ല മഴ ഹെൽമെറ്റ് വെച്ചു. അങ്ങനെ ഞങ്ങൾ നമ്മളെ കയറ്റം കയറി തുടങ്ങി ഗൈസ്. വണ്ടി ഉണ്ടോ? ऊपर से वो इങ്ങോട്ടാ സെറ്റ് വന്നു. ഉറപ്പാ ഒരു നടക്ക് നീങ്ങൂല. നമ്മളെ പ്രേമം സിനിമയിൽ ഷറഫുദ്ദീൻ പറയുന്ന പോലെ കോട്ടിട്ടാലും കോഴി എന്നുള്ള പേര് മായൂല പറഞ്ഞമാതിരി നമ്മൾ ചെറിമാൻ പരിപാടികൾ തുടരുന്നു. ചെറിമാൻ അവിടെ സ്റ്റോപ്പായി ഗൈസ്. ചെറിമാൻ ക്ഷീണിച്ച് അവസാനമായിട്ട് അത് കേരളോത്സവത്തിലോടെയാണ്. ചെറിമാൻ ചെറുമേ നമുക്കിത് ഓടി കയറാന്നല്ലേ? നമുക്കിത് ഓടി കയറാന്ന്. ഇതല്ലേ പേരെന്ന് പറഞ്ഞത് കിതക്കിലാന്നൊക്കെ. വാവ് മാൻ, കോടമഞ്ഞിൽ ഓഹോ, തായ്വരയിൽ ഓഹോ. കോടമഞ്ഞാണ് ഗൈസ്, ഫുള്ളി കോടമഞ്ഞ്. ആ ഇതാണ് മറ്റേ ഏത് ചിറാപ്പുഞ്ചി. മുകളിലെത്തിപ്പോയിങ്ങനെ കിതച്ച് ചെറിമാൻ്റെ അവിടെ ഗൈസ്. വാവ് ഗൈസ്, ഇവിടെ കട്ട ഓഫ് റോഡാണ് ഗൈസ്. ഇവിടെ മോൻ ചെറുമാനെ അപ്പൊ താഴത്തുള്ള കാണണ്ട. ഈ താഴത്ത് കയറിയിട്ട് മല കയറൂലേ? അതേത് മല? അതാണ് ഞാൻ സിബിയറിലൊക്കെ വന്നിട്ട് കയറി. നിങ്ങളിത് കണ്ടോ ഗൈസ്? അവിടെ കുറച്ച് ടീം മുകളിലെത്തിയിട്ട് ചായ ഇട്ട് കുടിക്കാനുള്ള പരിപാടിയാണ് മഴയത്ത്. ഇവരുടെ കയ്യിൽ ഫുൾ സെറ്റപ്പ് ഉണ്ട് ഗൈസ്. എന്താ നോക്കൂ, ചായ കാച്ചാനുള്ള സാധനമുണ്ട്, കത്തിക്കാനുള്ള സംഭവങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. വേനൽക്കാലത്ത് വരുമ്പോൾ
മൊത്തം നല്ല രസമുണ്ട്. ഇപ്പം ഫുള്ള് കളിപ്പൊളി നായകത്താണ് ഗൈസ്. ഇതാകുമ്പോൾ ഫോണൊന്നും അറിയില്ല. നമുക്കെന്നെ ചിറാപ്പുഞ്ചി കളിക്കാം. നീ ചിറാപ്പുഞ്ചി കളിച്ചോ? എവിടെ ചാ ചിറാപ്പുഞ്ചി കളിക്കുമ്പോൾ മറല്ലല്ലോ. സെറ്റാണ് ചെറുമാൻ. അങ്ങനെ ചിറാപ്പുഞ്ചി കളിക്കണം ഗൈസ്. എന്നെ വെരി വെരി ക്ലിയർ ഉണ്ട്. ഇതിലും കൂടുതൽ ക്ലിയർ സ്വപ്നങ്ങളിൽ മാത്രം. ചുറ്റി കിടക്കാം, ചുറ്റി കിടക്കാം. ചെറുമാൻ അഗൈൻ ചിറാപ്പുഞ്ചി ഗൈസ്. ഇവിടുത്തെ കിണറാണ് ഗൈസ്. പക്ഷെ കിണറാണ് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ കിണറല്ല, അത് എന്താണെന്ന് കാണിച്ചു തരാം. ഇത് ഈസ് വേസ്റ്റ് ബാസ്കറ്റ് ഗൈസ്. കണ്ട വേസ്റ്റ് ഇടാണ്. ചെറുമാൻ എന്തിനാ വെള്ളക്കുപ്പി കൊണ്ടുവരുന്നത്? ഇവിടുന്ന് ഞങ്ങൾ സ്റ്റാറ്റസ് ഇടാനുള്ള സംഭവങ്ങൾ ഉണ്ടാക്കണം ഗൈസ്. ചെറിയമാൻ സ്റ്റാറ്റസ് ഇടണം. എനിക്കാണെങ്കിലും ഇൻസ്റ്റയിലിടണം, യൂട്യൂബിലിടണം. അപ്പോൾ ആദ്യം ഒന്ന് പോയി. അപ്പോൾ ചെറുമാൻ പറഞ്ഞു ഇത് പോരാ ഒന്നും കൂടി പോകണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പിന്നെയും ഒന്നും കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി പോയി വന്നു. അല്ല പിന്നെന്ത്. വീഡിയോ എടുക്കുക പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് ഗൈസ്. ഒരു രക്ഷയില്ല. ഇവിടുന്ന് ചെറിയമാനെ വഴി വെട്ടാൻ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഗൈസ്? എനിക്ക് മനസ്സിലായാലൊന്ന് കമൻ്റ് അടിക്കുക. ഒരു വഴി വെട്ടാ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നതാണ് ഞാൻ. ഇത് കൂടെ വഴി വെട്ടാം. ചെറുമാൻ ആയിക്കൂടെ വഴി വെട്ടാം. ഇത് തെറ്റാൻ ഞാൻ പറയുന്നത്. ഗൈസ് ഞങ്ങളങ്ങനെ കുരിശുമലെത്തി ഗൈസ്. കുരിശ് കണ്ട് ഗൈസ്. കുരിശ് ചെറിയമാൻ അതർ മേം ഇതർ. ഇവിടെ നമുക്ക് ആ ബേർഡൊന്ന് കൂട്ടാ. ബേർഡ് കുരിശിന്റെ വേർഡ് കിട്ടേ. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. കുരിശെ നമിച്ചിടുന്നു. ചെറിയമായ കുറച്ച് പോകുന്നു. ചെറിയമായ എൻ്റെ പാൻറ് കുപ്പായ കഴിക്കാൻ പോകും ഗൈസ്. ചിൻ പൊട്ടിക്കോ. ഐസ് ഓപ്പൺ, ഷോൾഡർ ഡൗൺ. കാറിന് പാറുണ്ട് ഗൈസ്. ഇക്കിനോട് പറയുള്ളത് നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും വിസിലൊന്നും കാണേണ്ടതാണ്. അതും മഴയത്ത് കാണാൻ പറ്റുകയാണെങ്കിൽ അത്രയും നന്ന്. ആ ഒരു ആംബിയൻസും ഒക്കെ കിട്ടുമ്പം വളരെ നല്ലതാണ്. ഞാൻ ഇതിന് മുമ്പ് പോയത് വേനൽക്കാലത്തായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു മഴക്കാലത്ത് പോകുമ്പോൾ ചപ്രയോ ചളിയല്ല പോലോ. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, അടിപൊളിയാണ് സ്ഥലം. മഴക്കാലത്ത് വേനൽക്കാലത്ത് ഡബിൾ എഫക്റ്റാണ്.
മൊബൈൽ പറ മൊബൈൽ എവിടെ അടിയിൽ അടിയിൽ പോകും കണ്ടിട്ടോ എത്തി ഇതൊക്കെ പോകാൻ വരെ കാര്യം പറയുന്നുണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. മഴ, കോട, നല്ല കാറ്റ്, അടിപൊളി. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ കയറാനുള്ള പരിപാടികൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചലിച്ച് ഏറിട്ട് ഞങ്ങൾ കുറച്ച് കയറിയപ്പോൾ ജീപ്പ് ഫുള്ള് വൈബ് ഗൈസ്. ഒരാളില്ല ചെറിയ ഒരാളില്ലല്ലോ. റോൾ നാളെ എടുക്കാൻ പോവാവൂലേ ഗൈസ്. ഇതൊരു റിസോർട്ടല്ലേ ചെറിയ ഇതൊരു റിസോർട്ടല്ലേ ഈ കാണുന്ന റിസോർട്ടാണ് ഗൈസ്. ആളില്ലല്ലോ. പണിയെടുക്കുന്ന റിസോർട്ടോ? ശരി, നേരത്തെ പറഞ്ഞ തെറ്റിയത് ഗൈസ്. ഇത് പണിയെടുക്കുന്ന റിസോർട്ടാണ്. കയറ്റം കയറണം. നല്ലത് അറിയാവോ? ഏത് കയറ്റാൻ? ബൈക്ക് എടുക്കാല്ലോ. ചെറിയ കയറ്റല്ലേ? കുന്നേപ്പള്ളി ഷാപ്പ് കയറി. കുന്നേപ്പള്ളി ഷാപ്പ് കയറിയിട്ട് എന്താ കയറി? കുന്നേപ്പള്ളി ഷാപ്പ് കയറിയിട്ട് ഒരു ചേട്ടൻ നായിനെയും കൊണ്ട് വന്നത്. നായനെ? ആ, ഒരു നായിനെയും കൊണ്ട് ടോർച്ച് അടിച്ചാണ് വന്നത്. എന്നിട്ട് പാഞ്ഞ് ഒക്കപ്പാടെ പാഞ്ഞ്. ഞാൻ പായനൻ്റെ ഇടയിൽ ഞാൻ മലർന്നൊക്കെ പോയി. വീണോ? ഇപ്പൊക്കെ മനസ്സില്ല. പക്ഷെ പറ്റില്ല. അന്നിൻ്റെ ലെനോവ ഉണ്ടായിരുന്നു. ആ ലെനോവ കയ്യിൽ തൂക്കാനാണ്. ആരോട് പോയി ഓണത്താട്ടി ബുക്ക് ചെയ്തൊന്ന് ഇപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ട് ഗൈസ്. ജീപ്പ് എക്സ്പീരിയൻസിൻ്റെ ഡ്രൈവർമാർ. അതാണ് എന്താ റിസോർട്ടാ? അത് പണി നടക്കണതാവൂലേ ഗൈസ്. അടുത്ത ജീപ്പ് ഗൈസ്. ശരിമാൻ സ്ലോ ഉണ്ട്. സ്ലോ എന്തായി നമ്മൾ വന്ന ടൈം ഒരു കരയാനൊരു 1 മണിക്ക് ഇറങ്ങി. ഇവിടെ ഒരു 3 മണി ടൈം. ഇങ്ങനെ പോന്നപ്പം അടിയിലിറങ്ങിയപ്പോൾ ചെറിയൊരു തട്ടുകട ഉണ്ട് ഗൈസ്. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് ചായ കുടിച്ചില്ല ഗൈസ്. കേട്ടാ, ഞങ്ങൾ വണ്ടി അടിയിലാണ്. മഴ, ഐസ്ക്രീം, ആഹാ അന്തസ്. തൊണ്ടവേനിക്ക് താന്തി വേണം. ഓവർടേക്ക് എടുക്കടാ. ഓവർടേക്ക്. നല്ല എനർജിയൊക്കെ കഴിഞ്ഞു ചെറിയ. നല്ല എനർജിയൊക്കെ കഴിഞ്ഞോ? പരിപാടി കഴിഞ്ഞു. ഞങ്ങളങ്ങനെ വണ്ടി വെച്ച സ്ഥലത്തെത്തി ഗൈസ്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ കിട്ടി. ഞങ്ങൾ റിട്ടേൺ ബാക്ക് അടിച്ചു. അപ്പോൾ guys, thank you for your valuable time spending with me. It's me, your very real. Please like, share and subscribe.